അടുത്ത ദിവസം ഓഹിയോടെ എഡ്യൂക്കേഷൻ ബോർഡിലേക്ക് അക്രിഡേഷന് വേണ്ടി അവർ എത്തുന്നു. അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനോട് ഞങ്ങൾ അക്രിഡേഷന് വേണ്ടി വന്നതാണെന്ന് അവർ പറയുന്നു. എന്നാൽ അവരുടെ അക്രിഡേഷൻ അവിടെ നിന്ന് മാറ്റി ഗ്രാൻഡ് ഹാളിലേക്ക് ആക്കിയെന്ന് ഓഫീസർ പറയുന്നു. എന്തിനാണ് അവർ അങ്ങനെ ചെയ്തതെന്ന് ബിക്ക് മനസ്സിലാകുന്നില്ല. ഗ്രാൻഡ് ഹാളിലെത്തിയപ്പോൾ ബി ആകെ അമ്പരന്നു. സൗത്ത് ഹാമിൽ പഠിക്കുന്ന കുട്ടികളും അവരുടെ പേരൻസും എല്ലാം അപ്പോഴേക്കും അവിടെ എത്തിച്ചേർന്നിരുന്നു. ബിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് റോറിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനാൽ തന്നെ റോറിയാണ് ഇവരെ എല്ലാവരെയും വിളിച്ചത്. ഉടൻ തന്നെ അക്രിഡേഷൻ പ്രോഗ്രാം അവിടെ ആരംഭിക്കുന്നു. സൗത്ത് ഹാമിനെതിരെ പരാതി നൽകിയ ഹാർമൻ കോളേജ് പ്രിൻസിപ്പളും അവിടെ ഉണ്ടായിരുന്നു. ഒരു കോളേജിന് അക്രിഡേഷൻ ലഭിക്കണമെങ്കിൽ ആ കോളേജിൽ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ബോർഡ് പറയുന്നു. നല്ല ഫെസിലിറ്റീസ്, നല്ല കരിക്കുലം, അതുപോലെ തന്നെ പഠിപ്പിക്കാനായി നല്ല ഫാക്കൽറ്റീസ്. ഇതായിരുന്നു ആ 3 കാര്യങ്ങൾ. എന്നാൽ സൗത്ത് ഹാമിന് ഇത് 3 ഉണ്ടോ എന്ന് ബോർഡ് ചോദിക്കുന്നു. എന്നാൽ ഈ 3 കാര്യങ്ങൾ സൗത്ത് ഹാമിനില്ല എന്ന് ബിക്ക് സമ്മതിക്കേണ്ടി വരുന്നു. എഡ്യൂക്കേഷൻ ബോർഡ് കരിക്കുലത്തെ പറ്റി ചോദിച്ചപ്പോൾ സൗത്ത് ഹാമിനുണ്ടായിരുന്ന ആ വലിയ കരിക്കുലം ബോർഡ് അവരങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ആ ബോർഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എഡ്യൂക്കേഷൻ ബോർഡിന് വ്യക്തമാകുന്നില്ല. ഇങ്ങനത്തെ ഒരു കരിക്കുലം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് അവർ പറയുന്നു. എന്നാൽ ആ കരിക്കുലം ബോർഡ് വിശദീകരിക്കാൻ ബിയുടെ കൂട്ടുകാരുടെ സഹായം തേടുന്നു. ബി കരിക്കുലം ബോർഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബിയുടെ സുഹൃത്തുക്കൾ വിശദീകരിക്കുന്നു. പ്രഷറും സ്ട്രെസ്സും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ എങ്ങനെ ചിന്തിക്കണം, കുട്ടികൾ എങ്ങനെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കണം എന്നായിരുന്നു കരിക്കുലത്തിലെ ആദ്യത്തെ പോയിന്റ്. കരിക്കുലത്തിലെ രണ്ടാമത്തെ പോയിന്റ് ഒരു ആർട്സ് ക്ലാസിനെ പറ്റിയായിരുന്നു. ഈ ക്ലാസ്സിൽ കുട്ടികളുടെ കഴിവിനെ തിരിച്ചറിയാനും ഇതിനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും ബിയുടെ സുഹൃത്തുക്കൾ വിശദീകരിക്കുന്നു.